ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മനുഷ്യർ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ഈ ചോദ്യത്തിന് ശാസ്ത്രലോകം പതിറ്റാണ്ടുകളായി മറുപടി തിരയുന്നുണ്ട്. ശൂന്യമായ ആകാശത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന റേഡിയോ ടെലസ്കോപ്പുകളിലേക്ക് ഒരു പക്ഷേ കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് ആരെങ്കിലും നമ്മളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടാകുമോ? വർഷം 1977 ഓഗസ്റ്റ് മാസം രാത്രി. അതുവരെ നിശബ്ദമായിരുന്ന ഒരു റേഡിയോ ടെലസ്കോപ്പിലേക്ക് കൃത്യം 72 സെക്കൻഡ് നീണ്ടുനിന്ന ഒരു സന്ദേശം വന്നിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിൽ നിന്ന് ആരോ നമുക്കയച്ച ഒരു സന്ദേശം. അക്ഷരാർത്ഥത്തിൽ ശാസ്ത്രജ്ഞരെ ഞെട്ടിച്ചു കളഞ്ഞ ആ നിഗൂഢ സന്ദേശത്തിന്റെ കഥയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അമേരിക്കയിലെ ഓഹായോയിലുള്ള ബിഗ് ഇയർ റേഡിയോ ടെലസ്കോപ്പ് അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം തിരയാൻ വേണ്ടി മാത്രം സ്ഥാപിച്ച ഒന്ന്. 1977 ഓഗസ്റ്റ് മാസം 15 രാത്രി ടെലസ്കോപ്പ് ശേഖരിച്ച വിവരങ്ങൾ പതിവ് പോലെ കമ്പ്യൂട്ടർ പ്രിൻ്റൗട്ടുകളായി പുറത്തു വന്നു. അടുത്ത ദിവസം രാവിലെ അസ്ട്രോണമറായ ജെറി ഈമാൻ ഈ ഡാറ്റ പരിശോധിക്കാനായി എത്തി. സാധാരണയായി ബഹിരാകാശത്ത് നിന്നുള്ള വെറും ശബ്ദങ്ങളും തരംഗങ്ങളും മാത്രമാണ് അതിൽ ഉണ്ടാകാറുള്ളത്. എന്നാൽ ആ പേജിന്റെ മധ്യഭാഗത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പോലും വിറച്ചുപോയി. ഒരു സാധാരണ പ്രകൃതിദത്ത പ്രതിഭാസത്തിനും ഉണ്ടാക്കാൻ കഴിയാത്തത്ര ശക്തമായ, വളരെ കൃത്യതയുള്ള ഒരു സിഗ്നൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പ്രിൻ്റൗട്ടിൽ കമ്പ്യൂട്ടർ രേഖപ്പെടുത്തിയത് ഇതായിരുന്നു: 6EQUJ5. സാധാരണക്കാർക്ക് ഇത് വെറും അക്കങ്ങളും അക്ഷരങ്ങളുമാകാം. എന്നാൽ ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ച് ഇതൊരു വജ്രായുധമായിരുന്നു. സിഗ്നലിന്റെ ശക്തി എത്രത്തോളം കൂടി, എങ്ങനെ കുറഞ്ഞു എന്ന് കാണിക്കുന്ന കോഡായിരുന്നു അത്. ഈ സിഗ്നൽ വെറുമൊരു സ്പേസ് ശബ്ദമല്ല, മറിച്ച് കൃത്യമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ആർട്ടിഫിഷ്യൽ സിഗ്നലാണെന്ന് ജെറിക്ക് മനസ്സിലായി. അത്രമേൽ അത്ഭുതപ്പെട്ടു പോയ അദ്ദേഹം ആ പേപ്പറിന്റെ വശത്ത് ചുവന്ന പേന കൊണ്ട് ഒരൊറ്റ വാക്ക് കുറിച്ചിട്ടു: വാവ്. അങ്ങനെയാണ് ഇതിന് വൗ സിഗ്നൽ എന്ന് പേര് വീണത്. കൃത്യം 72 സെക്കൻഡ് മാത്രമാണ് ആ സിഗ്നൽ നീണ്ടുനിന്നത്. റേഡിയോ ടെലസ്കോപ്പിന് ഒരു ദിശയിലേക്ക് പരമാവധി ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന സമയവും അതുതന്നെയായിരുന്നു. അതായത് ആരോ നമ്മളെ ലക്ഷ്യം വെച്ച് കൃത്യമായി അയച്ച ഒരു സന്ദേശം. ശാസ്ത്രജ്ഞർ ഉടൻ തന്നെ ഈ സിഗ്നൽ എവിടെ നിന്നാണ് വന്നതെന്ന് കണക്കുകൂട്ടി. നമ്മുടെ ആകാശത്തെ സാഗിറ്റേറിയസ് നക്ഷത്രക്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നാണ് അത് വന്നിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെയുള്ള ഏതോ ഒരു നക്ഷത്ര സമൂഹം. ഉടൻ തന്നെ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ആ ദിശയിലേക്ക് തങ്ങളുടെ ടെലസ്കോപ്പുകൾ തിരിച്ചുവെച്ചു. അവർ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം കാത്തിരുന്നു. അവിടുന്ന് വീണ്ടും ഒരു സന്ദേശം വരുമെന്ന് കരുതി. എന്നാൽ പിന്നീട് ഇന്ന് വരെ ആ ഭാഗത്തു നിന്ന് ഒരു ശബ്ദവും പോലും കേട്ടിട്ടില്ല. ഭൂമിയിലെ ഏതെങ്കിലും ഉപഗ്രഹത്തിൽ നിന്നോ പ്രകൃതിദത്തമായ പ്രതിഭാസങ്ങളിൽ നിന്നോ ഉണ്ടായതാണോ ഇത്? ശാസ്ത്രലോകം ഒട്ടനവധി ഗവേഷണങ്ങൾ അതിനായി നടത്തി. പക്ഷേ അതൊരു ഭൂമിയിലെ സിഗ്നലാകാൻ ഒട്ടും സാധ്യതയില്ലെന്ന് തെളിഞ്ഞു. എങ്കിൽ അത് ആരായിരിക്കും അയച്ചത്? നമ്മളെക്കാൾ സാങ്കേതികമായി വളർച്ച പ്രാപിച്ച ഒരു ഏലിയൻ സിവിലൈസേഷൻ നമുക്ക് നൽകിയ ഒരു സിഗ്നലായിരുന്നു അത്. വർഷങ്ങൾ പലതു കഴിഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ ഒരുപാട് മുന്നേറി. എന്നിട്ടും 1977 ആ 72 സെക്കൻഡിന് മറുപടി നൽകാൻ ഇന്നത്തെ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അത് പ്രപഞ്ചത്തിലെ ഒരു തമാശയായിരുന്നോ, അതോ അന്യഗ്രഹ ജീവികൾ നമ്മളോട് പറഞ്ഞ ഒരു ഹലോ ആയിരുന്നോ? ആ രഹസ്യം ഇന്നും ആകാശ ചുരുളുകളിൽ ഒളിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ശരിക്കും ഒറ്റയ്ക്ക് തന്നെയാണോ? അതോ എവിടെയോ ഇരുന്നോ കുറെ അന്യഗ്രഹ ജീവികൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ടാകുമോ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നിഗൂഢതയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ ക്യൂരിയസ്.